സിക്സ്ത് സ്റ്റാൻഡേർഡിലെ ഹലോ എം എ വീൽചെയർ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പോയമാണ്. സാറ ഇസ്മയിലാണ് ഇതിൻ്റെ ഓതർ. സോ നമുക്ക് സ്റ്റാൻസ ബൈ സ്റ്റാൻസ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ മീനിങ്ങും സമ്മറിയും നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ഹലോ എം എ വീൽചെയർ ആൻഡ് മൈ നെയിം ഈസ് ബെക്കി. അറ്റ് ലീസ്റ്റ് ദാറ്റ്സ് ദ നെയിം ഓഫ് ദ ഗേൾ ഹൂ സ്റ്റീസ് മീ. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹലോ ഞാനൊരു വീൽചെയറാണ്, എൻ്റെ പേരാണ് ബെക്കി. അല്ല, എന്നെ ഓടിച്ചു കൊണ്ട് നടക്കുന്ന കുട്ടിയുടെ പേരാണ് ബെക്കി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു വീൽചെയർ അതിൻ്റെ എന്താ പറയുക, മുതലാളീനെ അല്ലെങ്കിൽ ആ ഒരു വീൽചെയർ യൂസ് ചെയ്യുന്ന ആ ഒരു കുട്ടീനെ പരിചയപ്പെടുത്താണ്. അവളുടെ പേരാണ് ബെക്കി. Second paragraph. As she wheels me down the street, she dreams of standing on her feet. The look on her face you don't see. You are too busy looking at me. അപ്പം സ്ട്രീറ്റിലൂടെ ഇവളിതും കൊണ്ട് പോകുമ്പോൾ അവൾക്ക് അവളുടെ കാലിൽ നിൽക്കാനാണ് അത്രക്ക് ആഗ്രഹം. അതവളുടെ മുഖത്തിങ്ങനെ നമ്മൾ കാണായിട്ടാണ്. കാരണം എന്താണ്, നമ്മൾ നോക്കുന്നത് അവളുടെ വീൽ ചെയറിനെയാണ്. അവളുടെ മുഖത്ത് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്നോ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളതൊന്നും നമ്മൾ അവളെയും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നോക്കുന്നത് അവൾ എന്തിലാണ് ഇരിക്കുന്നത്, വീൽ ചെയറിൽ. She gives you a smile so true, but you don't see that, do you? The smile on her face you don't see. You are too busy looking at me. അപ്പം ഇവിടെ വീൽചെയർ പറയുന്നത്, വീൽചെയറാണ് ഇവിടെ സംസാരിക്കുന്നത്. അവൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളതൊന്നും കാണുന്നില്ല. അത് അവളുടെ മുഖം തന്നെ നിങ്ങൾ നോക്കുന്നില്ല. കാരണം നിങ്ങൾ നോക്കുന്നത് എന്താണ്, നിങ്ങൾ ആ വീൽചെയർ മാത്രമാണ് ശ്രദ്ധിക്കുന്നുള്ളൂ. Hello, I'm a wheelchair and I'm steered by Becky, a girl who had so much rather be climbing a tall tree. അപ്പം വീൽചെയർ പറയാണ് വീണ്ടും, ഞാനാണൊരു വീൽചെയറാണ്, എന്നെ ഓടിച്ചു കൊണ്ടെടുക്കുന്നത് ബെക്കി എന്ന കുട്ടിയാണ്. അവൾക്ക് മരത്തിൽ കയറാനൊക്കെ ഭയങ്കരമായ ആഗ്രഹമുണ്ട്. ഇവിടെ പറയുന്നത് അവൾക്കും ഒരു നോർമൽ ലൈഫാണ് ആഗ്രഹം, പക്ഷേ അവൾക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിനൊന്നും സാധിക്കുന്നില്ല. നെക്സ്റ്റ് സ്റ്റാൻസ. സോ വെൻ യു മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, look closer and you will see. Without her, where would I be? Parked in a garage, that's where watching you climb a tree. അപ്പം ഇവിടെ പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒന്ന് നോക്കി നോക്കൂ. അവളില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലാതെ ഗ്യാരേജിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടാവും. കാരണം ഒരു വീൽ ചെയർ ഒരാളില്ലാണ്ട് ആവശ്യമില്ലല്ലോ. അപ്പം ഇവൾക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ഒരു വീൽ ചെയർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ മരത്തിൽ കയറുന്നത്, ഇവരിങ്ങനെ നോക്കിയിരിക്കേണ്ടി വന്നത്. അതായത് അവളില്ലാതെ വീൽ ചെയറിനും പറ്റില്ല, വീൽ ചെയർ ഇല്ലാതെ അവൾക്കും പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ് എന്താണെന്ന് നോക്കാം. വെൻ യു സീ മീ ആൻഡ് ബെക്കി, ദർ ഈസ് വൺ തിങ് യു ഡോണ്ട് സീ. ഐ കുഡൻറ്റ് മൂവ് വിത്തൗട്ട് ഹർ ആൻഡ് എനി മോർ ദാൻ ഷീ കുഡ് മൂവ് വിത്തൗട്ട് മീ. അപ്പം ലാസ്റ്റ് സ്റ്റാൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബെക്കിനെയും എന്നെയും കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാം. എന്താണ്, അവളില്ലാതെ വീൽ ചെയറിന് നീങ്ങാൻ പറ്റില്ല, വീൽ ചെയർ ഇല്ലാതെ അവൾക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊരു കാര്യമാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഒരു കാര്യം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതേപോലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ അവരെ നോക്കിക്കാണുന്ന രീതിയാണ് പറയുന്നത്. നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല, അവരുടെ കുറവുകളെയാണ് നമ്മൾ നോക്കിക്കാണുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് വീൽ ചെയർ ഉള്ളതും അവളുള്ളതും, അതായത് അത് രണ്ടുമില്ലാതെ രണ്ടു പേർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ എന്താ പറയുക, ഒരു കുറവായിട്ടല്ല ആ ഒരു കാര്യത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അത് അവരുടെ ഒരു സഹയാത്രികയായിട്ടാണ് നമ്മൾ നോക്കിക്കാണേണ്ടതെന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.